ജമ്മു കാശ്മീരിൽ ഭീകരർ ഉപയോഗിച്ചത് M4 തോക്കുകളെന്ന് കണ്ടെത്തൽ. കൂടുതൽ M4 കാർബൈൻ തോക്കുകൾ ഭീകരർ കാശ്മീരിൽ എത്തിച്ചിട്ടുണ്ടെന്നും സൈന്യത്തിൻ്റെ നിഗമനം. രാധാകൃഷ്ണൻ അപ്ഡേറ്റ് ചെയ്യുന്നു ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. എസ്കെൻ, ഈ ഉസ്മാൻ ഹൈദർ 2018 സേന വധിച്ച ഘട്ടത്തിൽ ഈ തോക്ക് ആദ്യമായിട്ട് ഈ ഇന്ത്യൻ സേന കണ്ടെത്തുന്നത്. ഈ കാർബൈൻ തോക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇത് ഒറ്റത്തവണ കാഞ്ചി വലിച്ചാൽ തുരുതുരെ അത് വെടിയുതിർക്കും എന്നുള്ളതാണ്. അമേരിക്കൻ നിർമ്മിതമാണ് ഈ തോക്ക്. ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പ്രാഥമികമായിട്ട് അനുമാനം എന്ന രീതിയിൽ സേനയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ആക്രമണത്തിൻ്റെ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നടക്കുന്ന ഭീകരാക്രമണത്തിൻ്റെ എല്ലാം പിന്നിൽ പാക് സേനയാണ് എന്നുള്ളതാണ്. കാരണം ഈ തോക്കുകൾ ഉപയോഗിക്കുന്നത് പാക് സൈന്യമാണ് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. അവരുടെ 2005 മുതൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന രീതിയിൽ അവർ ഉപയോഗിക്കുന്നത് ഈ കാർബൈൻ തോക്കുകളാണ്. അവിടെ നിന്നല്ലാതെ ഭീകരർക്ക് ഈ വിധത്തിൽ തോക്കുകൾ ഇത്ര വ്യാപകമായിട്ട് ലഭിക്കാനായിട്ടുള്ള ഒരു സാഹചര്യവും ഇല്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സേന ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരച്ചിലിലേക്ക് കടക്കുന്നത്. വലിയ ആശങ്ക ഒരുപക്ഷെ സേനയെ സംബന്ധിച്ച് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ എത്ര മറച്ചു വെച്ചാലും ഉണ്ട്. കാരണം ഈ M4 കാർബൈൻ തോക്കുകളുമായിട്ട് ഏതെങ്കിലും ജനവാസ മേഖലയിൽ കടന്നു കയറിയാൽ സേനയ്ക്ക് ഈ ഭീകരരെ നേരിടാൻ അത് വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാകും ഉണ്ടാവുക. അതുകൊണ്ട് ഈ നുഴഞ്ഞുകയറ്റം പരമാവധി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില മേഖലകളിൽ ITBP-യെയും BSF-നെയും കൂടി വിന്യസിക്കാനായിട്ടുള്ള നീക്കങ്ങളും അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. നുഴഞ്ഞുകയറ്റം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുന്ന വിധത്തിൽ വിന്യാസം ഈ അതിർത്തി മേഖലകളിലൊക്കെ നടത്തി കൂടുതൽ ശക്തമായിട്ടുള്ള സുരക്ഷ അവിടെ ഒരുക്കി കഴിഞ്ഞാൽ ഈ നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കാൻ സാധിക്കും. പ്രാദേശികമായിട്ട് ഈ വിധത്തിൽ നടത്തിയിരിക്കുന്ന ആയുധ സംഭരണം കണ്ടെത്താനായിട്ട് ഉള്ള തിരച്ചിൽ നടപടികളിലേക്ക് കടക്കും. അത് അത്യാധുനികമായിട്ടുള്ള ചില സംവിധാനങ്ങൾ ഇന്ത്യൻ സേനയുടെ പക്കലുണ്ട്. ആ സംവിധാനങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലായിരിക്കും ഈ ആയുധങ്ങൾ കണ്ടെത്താനായിട്ട് നടക്കുന്നത്. തീർച്ചയായിട്ടും M4 കാർബൈൻ തോക്കുകൾ കൂടുതൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ഭീഷണി നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തിൽ സുരക്ഷയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. ഇത് കണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് സേന മാറുകയാണ്. ഏതായാലും ഉറപ്പിച്ചിരിക്കുന്നു, ഇന്ത്യൻ സേനയ്ക്ക് എതിരെ നമ്മുടെ ധീരരായിട്ടുള്ള സേനാംഗങ്ങളുടെ വീരമൃത്യുവിന് കാരണമായിട്ടുള്ള ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ കൈകളുണ്ട്, പാകിസ്ഥാന്റെ പങ്കുണ്ട്. പാകിസ്ഥാൻ സേനയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള തിരക്കഥ ഒരുക്കിയത് എന്നത് വ്യക്തമാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയാണ്. SK